ഓക്കെ, ഊണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാ ഫോട്ടോ ഉണ്ട് ഊണ്. എന്താ കിട്ടണമെന്ന് വെച്ചാൽ വാങ്ങിക്കേറ്റാം. ഓക്കെ. അങ്ങനെ നമ്മൾ മല്ലമ്പുഴ എന്തോ പറഞ്ഞൊരു സ്ഥലത്തെത്തി. ഊണ് കഴിക്കാൻ കയറി. സാധനങ്ങൾ വരാണ്ട്. ഞങ്ങൾ എന്തോ മത്തിയുടെ എന്തോ പീരയോ, മത്തി പീര അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വരും. ഇപ്പോൾ വന്നിട്ട് ഫോട്ടോ കാണിച്ചു തരാം. പപ്പടവട പറഞ്ഞിട്ടുണ്ട്. എല്ലാം വരാനുണ്ട്. ഇതായിരുന്നു ചാളപ്പീല. ഞാൻ മേടിച്ച പീലായിരുന്നു. പീലല്ലേ, പീര. പപ്പടവട, പരിപ്പുവട, മസാലക്കറി, തോരൻ, പിന്നെ അച്ചാറ്, സലാസ്. സ്വർഗം. താഴത്തേക്ക് ആക്കിക്കോ. മീനാണോ? അത് മീൻ. ഓക്കെ. സ്റ്റാൻഡ് ഫുള്ള് തട്ടിക്കോട്ടെ കേട്ടോ. റോഡടിച്ചു. നമ്മളിവിടെ ഊണ് കഴിക്കാൻ നിർത്തിയ സ്ഥലത്തൊരു ചേട്ടനാ. പുള്ളി റോഡ് കിങ്ങിലാണ് വണ്ടി ഓടിക്കാനൊക്കെ പഠിച്ചതെന്ന് വെച്ചിട്ട് പുള്ളി ഒന്ന് സ്റ്റാർട്ട് ആയിക്കോട്ടെ എന്ന് വെച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു വണ്ടി എടുത്തോ, പുള്ളിയിൽ റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ക്ലച്ച് കുറവാണ്. ക്ലച്ച് പറഞ്ഞിരുന്നു. ക്ലച്ച് മാക്സിമം ആയിട്ട് കിടക്കുക, പറ്റത്ത് കിടക്കുക. നമ്മളിവിടെ നിന്ന് ഊണൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോകാൻ പോവാണേ. കിഡിലിനൂണായിരുന്നു കേട്ടോ. കിഡിലിനൂണ്. നേരത്തെ വണ്ടി ഓടിക്കാൻ വന്ന ചേട്ടനില്ലേ, പുള്ളി മുന്നേ പുള്ളി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ SD-യിലാണ് പുള്ളി ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചത്. പുള്ളി ഓടിച്ചോണ്ടൊക്കെ കടന്നതെന്ന് പറഞ്ഞാണ്. അതെ, നല്ലതാ. ഇപ്പോൾ എടുത്തുകൊണ്ട് വരണുള്ളൂ. ട്രിവാൻഡ്രത്തുനിന്ന്. ട്രിവാൻഡ്രം. ഇപ്പൊ ഭയങ്കര ഡിമാൻഡാ. ഓ, അതിനായാലും വില. പുതിയ ജാവയോ? പുതിയതിനത്ര ഡിമാൻഡ്. പഴയതിന് ഭയങ്കര ഡിമാൻഡ് ഇപ്പൊ. ആണോ? ഇപ്പൊ ഭയങ്കര വിലയാ. ദൈവമേ, ഇപ്പൊ ഉണ്ടെങ്കിൽ ലക്ഷപ്രഭു. ഇതുപോലെ തന്നെ ആ പുള്ളി വന്നിട്ട് 1500 രൂപയ്ക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞിട്ട് പുള്ളി ഒന്ന് സ്റ്റാർട്ട് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചു. ഞാനൊരു റൗണ്ട് അടിച്ചോളാൻ പറഞ്ഞതാണ്. ലെറ്റ്സ് ഗോ. Guys had a മൂത്രം break here. After that, let's go. ടെക്നോളജി ഒരു 26 കിലോമീറ്റർ ഈ വഴിയാ. നേരെ വിട്ടാ പോരാ? ഞാൻ പയ്യെ വിടാം. ഓക്കെ, പയ്യെ വിടട്ടെ. തെറ്റിയോന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വഴി തെറ്റിയോന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ 5 മിനിറ്റ് ഉറങ്ങാന്ന് വിചാരിച്ചു കയറുമോ. ബസ് കണ്ടപ്പോൾ ഞാൻ പേടിച്ച് പോയി. വണ്ടി നിന്ന് അയ്യാതെ ഞങ്ങളിത് ഇവിടെ നിന്നൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്.
നാട്ടിക്കല്ലേ നാട്ടിക്കല്ലേ. ഈ ഒരു തട്ടുകട ഇവിടെ നിന്നൊരു സംഭാരം ബ്രേക്ക് എടുത്തു. സംഭാരം കഴിഞ്ഞ നീയല്ലേ കുടിച്ചു തീർത്ത്. സംഭാരം ബ്രേക്ക് ലാസ്റ്റത്തെ ഒരു സ്ട്രെച്ച് പൊളിച്ചാണ് കേസ് വന്നത്. മൈലേജ് ട്യൂണിങ്ങും നോക്കിയില്ല, പുതിയ വണ്ടിയാണെന്നും നോക്കിയില്ല, തിരിച്ചങ്ങോട്ട് കൊടുത്തു. ഒരു 60, 65 ആ ഒരു റേഞ്ച്, 70 റേഞ്ചിലേക്കാണ് ഈ വൈബ്രേഷനും ഭയങ്കര കയറാൻ ബുദ്ധിമുട്ടുമൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞാൽ വണ്ടിക്ക് വൈബ്രേഷനും ഇല്ല, ഒരു തേങ്ങയില്ല, പറന്നൊക്കെ കയറി. എങ്ങനെ കയറി എന്ത് കയറിയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. വെള്ളില്ല പള്ളി കഴിഞ്ഞു. ആ വെള്ളില്ല പള്ളി കഴിഞ്ഞു. എവിടെയാണ് എന്താണെന്ന് അറിഞ്ഞൂടാ. ഇനി കുനിഞ്ഞ വണ്ടി കയറിയിട്ട് പറയാം, ആവശ്യം പറയുന്നു. മൂവാറ്റുപുഴയൊക്കെ എത്താറായി. പെരുമ്പാവൂര് കാലടി എത്താണ്. അപ്പം ഇനി റൈഡ് തുടങ്ങിയിട്ട് വീഡിയോ ഇടാം.
ഗൈസ് അങ്ങനെ നമ്മളുടെ സ്ഥിരം ചായയുടെ സ്ഥലമായ അത്താണി എത്തിയിരിക്കുകയാണ്. സന്ധ്യയെല്ലാം പോച്ചേ. ക്ലച്ചിന് നല്ല സീനുണ്ട്. ക്ലച്ചില്ല, ഇവിടെയാ ക്ലച്ച്. അതായത് ക്ലച്ച് പിടിച്ചാലും വണ്ടി അനങ്ങുന്നുണ്ട്. ടെക്നോളജിയാ. പക്ഷെ അതെനിക്ക് തോന്നുന്നു ഇത്ര ഓടി ഹീറ്റായില്ല വണ്ടി. എൻ്റെ വല്ലതും പറയില്ല. കുറച്ച് നേരം ബ്രേക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവേണ്ടതായിരിക്കും. ഗൈസ് അങ്ങനെ അത്താണിയിൽ നിന്ന് ശ്യാമിനോട് വിട പറയാൻ സമയമായി. ഞങ്ങളെപ്പോഴും വിട പറയാറുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ ബൈ ബൈ. ഗൈസ് വീടെത്തി, ഗൈസ് വീടെത്തി. സ്റ്റാർട്ടാക്കണോ? വീട്ടുകാർ മുഴുവൻ ഇറങ്ങി പുറത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടിയെ കൊണ്ട് വീട്ടിൽ വന്നേ. ഇരിക്കണം നമ്മുടെ ചെക്കൻ. അപ്പോൾ എന്തായാലും ട്രിവാൻഡ്രത്തുനിന്ന് ഇവിടം വരെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നതും ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോയ ഒരു പോക്കും എല്ലാം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്, നെക്സ്റ്റ് അജണ്ട എന്ന് പറയുന്നത് നസീറിക്കട അവിടെ കൊണ്ടുപോകുക. വണ്ടി ഒന്ന് കുറച്ച് കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. ഒന്ന് കാർബറേറ്റർ, 2 ക്ലച്ച്. ക്ലച്ച് എന്തായാലും ശരിയാക്കണം. പിന്നെ ഇവിടെ കണ്ടതേ ചെറിയൊരു തുരുമ്പ് പോലെയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ അതെ ഇതിൻ്റെ ഒന്ന് റീപെയിൻറ്റ് ചെയ്തെടുക്കണം. പിന്നെ ചെയിൻ കവർ, ചെയിൻ കവറും അതേപോലെ തന്നെ ഈ ക്യാപ്പില്ലേ, ഈ ക്യാപ്പ് നമ്മളുടെ ക്യാപ്പ് ഓർമ്മയുണ്ടോ? നമുക്കുണ്ടായിരുന്ന ക്യാപ്പ്, ആ ഒരു ടൈപ്പ് ഒരു ക്യാപ്പ് അവൻ തന്നിട്ടുണ്ട്. ഇത് നല്ല ക്യാപ്പാട്ടോ, സാധനം ഉപയോഗപ്രദമാണ്. അപ്പോൾ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്കൊന്നുമില്ല. പിന്നെ ഡിസ്ക് ഇല്ലാത്തത് തന്നെയാണ് നല്ലത്. ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഒരെണ്ണം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ബാക്കിൽ ഫുഡ് റെസ്റ്റ് ഇല്ല. ബാക്കിൽ ഫുഡ് റെസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് സിദ്ധാർത്ഥൻ്റെ നിന്ന്. അതിൻ്റെ ഞാൻ വാങ്ങിയില്ല, ഞാനിപ്പോൾ വീഡിയോ എടുത്തപ്പോഴാണ് ഞാൻ ഓർത്തത്. എന്തായാലും പിന്നെ ഒരു സാരി കാർഡ് പറ്റുമോ എന്നുള്ളത് നോക്കണം. അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും നസീറിക്കടയ്ക്ക് പോകുന്ന വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും ബൈ ബൈ.